ഈ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം നമ്മളെ ഫോണിൻ്റെ ഉപയോഗമൊക്കെ വളരെ കൂടിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതായത് ഇപ്പോൾ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സും മറ്റ് വർക്കുകളും എല്ലാം നമ്മുടെ കൈവെള്ളയിലുള്ള ചെറിയൊരു ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോണ് നന്നാവുക എന്നതിനപ്പുറം ആ ഒരു ഫോണിലുള്ള ബാറ്ററി കപ്പാസിറ്റിയും ക്യാമറ ക്വാളിറ്റിയും വളരെ കൂടുക എന്നുള്ളത് കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ കൂടുതൽ നേരമൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത്, ഇപ്പോൾ മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയൊക്കെ നല്ലത് ആവശ്യമുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടുകളൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ ക്യാമറ ക്വാളിറ്റിയൊക്കെ നല്ലൊരു ആവശ്യമുള്ളൊരു സംഗതിയാണ്. അങ്ങനെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഫോണാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു കമ്പനിയിലുള്ള ഈ ഒരു ഫോണിനെ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. M3 എന്നുള്ള ഒരു മോഡൽ. മുമ്പ് തന്നെ ഇതേ ഒരു കമ്പനിയിൽ C3 എന്നുള്ള ഒരു ഫോൺ നമ്മുടെ ഈ ഒരു ചാനൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പോക്കോ M3 എന്നുള്ള ഈ ഒരു മോഡലിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇരിക്കുന്ന നമ്മുടെ ഫോൺ, അപ്പോൾ ഫോണിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പോക്കോ M3 എന്നും 6000 mAh ബാറ്ററി ഉണ്ടെന്നും നമ്പർ 1 ക്വാളിറ്റി എന്നൊക്കെ ഇങ്ങനെ കുറച്ച് അവിടെ എഴുതിയതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഒരു യെല്ലോ കളറിൽ ബോക്സിലായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു പോക്കോയുടെ ഒരു മറ്റു ഫോണുകൾ യെല്ലോ കളറിൽ തന്നെയായിട്ടാണ് നമ്മൾ കഴിഞ്ഞതിന് ലഭിച്ചിട്ടുള്ള. സൈഡിലും പോക്കോ M3 എന്ന് ബ്ലാക്ക് ആയിട്ട് നമ്മൾ എഴുതിയതായിട്ട് കാണാം. സൈഡിലായിട്ടും പിന്നെ അവിടെ ചെറിയൊരു മറ്റു അക്ഷരങ്ങൾ എഴുതിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ കൂടുതലായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഉണ്ട് എന്നും, അതാണ് ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 6000 mAh ബാറ്ററിയാണ് എന്നുള്ളത്. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി ഉണ്ടെന്ന്, പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു പ്രൊസസ്സറും പ്രത്യേകം തന്നെ അവിടെ എഴുതി എടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ കുറച്ച് സംഭവങ്ങളും മാത്രമാണ് ഫോണിൻ്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ കളർ ബ്ലൂ ആണെന്നും 6GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറിയാണ് ഈ ഒരു വേരിയൻ്റ് എന്നും അവിടെ എഴുതിയതായിട്ട് നമുക്ക് കാണാം. പിന്നെ മേഡ് ഇൻ ഇന്ത്യയാണെന്നും അവിടെ പ്രത്യേകമായിട്ട് തന്നെ റെഡ് കളറിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഫോണിൻ്റെ ബാക്കിൽ നമുക്കൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബാക്കിലായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ബോക്സിൻ്റെ അകത്തുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സാധാ പോലെ തന്നെ നമുക്ക് ബോക്സ് ഇങ്ങനെ പൊന്തിച്ചാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടും. അപ്പോൾ അതേ ഇരിക്കുന്നു നമ്മുടെ ഫോണ്. അപ്പോൾ തുറക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ഫസ്റ്റ് ഒരു ചെറിയൊരു ഇതിലായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ആ ഒരു ഇത് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പൗച്ചായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് പോലെ. അവിടെ ഇരിക്കുന്നു പൗച്ച് തന്നെയാണുള്ളത്. അപ്പോൾ ഒരു വൈറ്റ് കളറുള്ള ചെറിയൊരു പൗച്ചും അതിൻ്റെ ചെറിയൊരു യൂസർ ഗൈഡും യൂസർ മാനുവലും വാറൻറ്റീൻ്റെ ചെറിയൊരു സംഭവങ്ങളും മാത്രമാണ് അതിൻ്റെ കൂടെ തന്നെയുള്ളത്. സിംബറ്റിക്തറും തന്നെ അതിൻ്റെ കൂടെ തന്നെയുണ്ട്. സാമാന്യം തിരക്കേടില്ലാത്ത ഒരു പൗച്ച് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ അവർ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പൗച്ച്. അപ്പോൾ ഇതേ ഇരിക്കുന്ന നമ്മുടെ ഫോണ്. നമുക്കതിലേക്ക് വരാം. വേറെ എന്തൊക്കെ ഫോണിൻ്റെ കൂടെ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിനകത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചാർജിങ്ങിനായിട്ട് ഒരു കേബിളും അതിൻ്റെ അഡാപ്റ്ററും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ചാർജിങ്ങിനായിട്ട് C ടൈപ്പ് പോർട്ട് ചാർജറാണ് ഉള്ളത്. ഈ ഒരു ചാർജർ 22.5 വാട്ടിൻ്റെ ചാർജറാണ്. എന്നാൽ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ അതിന് ഓക്കെയാണ് ഈ ഒരു ചാർജർ. ഓക്കെ, അപ്പോൾ അതല്ല 22.5 വാട്ടിൻ്റെ ഫോൺ നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ചാർജർ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഫോണിൻ്റെ ബോക്സിന് കൂടെ ഉള്ളത്. ഫോണിൻ്റെ കൂടെ ഹെഡ്സെറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഫോണൊന്ന് നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. നമ്മൾ മെല്ലെ ഓണാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് ചെറിയൊരു 1-2 സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമാണല്ലോ സാധാരണഗതിയിൽ ഓൺ ആവുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ
ഇനി നമ്മൾ ഇതായിരിക്കുന്നു നമ്മുടെ ഫോണ്. മെയിനായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്യാമറ. 48 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറയും മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈല് തന്നെയാണ് ആ ഒരു ക്യാമറ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ? കാണുന്ന ഏതൊരാളും ഒന്ന് നോക്കിപ്പോകുന്ന രീതിയിൽ ബാക്കിലായിട്ട് നമുക്ക് ക്യാമറയുടെ കൂടെ തന്നെ ഒരു LED ഫ്ലാഷും കാണാം. പിന്നെ അധികം വെയിറ്റൊന്നും ഈ ഒരു ഫോണിലില്ല. എന്നിരുന്നാലും 198 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഫ്രണ്ട് ക്യാമറ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് എന്ന്. ഇനി ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 6.53 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ സൈസ്. ഡിസ്പ്ലേ സൈസൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഓവറായിട്ടുള്ള ഒരു സൈസൊന്നും അല്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയണം. കാരണം അധികം ആളുകളിപ്പോൾ ഓവർ സൈസുള്ള ഒരു ഫോണൊന്നും വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറില്ല ഗ്ലാസിൻ്റെ 3യുടെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരുക്കുകളൊന്നും ഈ ഒരു ഫോണിന് അത് കാര്യമായിട്ട് ബാധിക്കില്ല. ഇനി OSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 10ൽ അധിഷ്ഠമായിട്ടുള്ള MV12 എന്നുള്ള ഒരു OS ആണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ക്യാമറയിൽ വലിയൊരു മുന്നേറ്റം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം 48 മെഗാ പിക്സലിലെ ക്യാമറയും 3 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. അതിൻ്റെ ഒരു മാറ്റം നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ക്യാമറയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്ലോ മോഷൻ എടുക്കാനും ടൈം ലാപ്സ് വീഡിയോ എടുക്കാനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ക്യാമറയുടെ ആ ഒരു സെറ്റിങ്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഒരു ക്യാമറ ഭ്രാന്തന്മാർ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ വലിയൊരു കാര്യം തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വീഡിയോയിലും നല്ല ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെയുള്ള വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേയൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഓവറായിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ഒന്നുമല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ നമുക്ക് കാണുന്ന സമയത്ത് പിന്നെ ഒരുപാട് ഓവറായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഒന്നും തന്നെ ഇതിൽ കാണുന്നില്ല. ഞാൻ ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറഞ്ഞു. ഫ്രണ്ട് ക്യാമറയിൽ വലിയൊരു മുന്നേറ്റത്തോട് കൂടിയിട്ടുള്ള സെൽഫി ഫോട്ടോകളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിലുള്ള ആ ഒരു മൊഡ്യൂളാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം പോക്കോ എന്ന് വലിയതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡിലായിട്ട് വരുന്നത്, അതായത് പവർ ബട്ടണിലോ കൂടി തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വോളിയം കൺട്രോളിൻ്റെ അഡ്ജസ്റ്റിൻ്റെ ചെറിയൊരു ബട്ടൺ കൂടി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ബാക്കിലായിട്ട് ഒരു ചാർജിങ് പോർട്ടും പിന്നെ സൗണ്ടിൻ്റെ ചെറിയൊരു സ്ഥലവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റും പാറ്റേൺ ലോക്കും ഫേസ് അൺലോക്കും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫിംഗർ പ്രിൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്, ഒരു ഹൈഡായിട്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ 4GB റാമാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ ഇൻറ്റേർണൽ മെമ്മറി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 64 GB ആണ്. മെയിനായിട്ട് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഗതി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.